വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ദശലക്ഷങ്ങൾ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത എത്രയോ പേരുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലെടുത്ത് ഒരാളോടുകൂടെ ഇത് കാണാൻ ആവശ്യപ്പെടുക. SMS അയയ്ക്കുക, വാട്സാപ്പിലൊരു മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം പലരോട് പറയുക. അവർക്ക് കൂടെ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഒരു കാരണമായി മാറും. ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, USA നിന്നുള്ള വിജു ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ഈവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം അങ്ങ് നൽകണമേ. താങ്ക് യു ജീസസ്. തൻ്റെ ശരീരത്തിൽ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. മസ്കറ്റിൽ നിന്നുള്ള ഷിബു സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ക്രിക്കറ്റ് ടീം കളിക്കുന്ന എല്ലാ കളികളിലും വിജയികളാകാൻ വേണ്ടി തന്നോട് ചേർന്ന ടീമിനോട് ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇടുക്കിയിൽ നിന്നുള്ള അന്നക്കുട്ടി ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് സകല രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം അങ്ങ് നൽകണമേ. ഈ 3 പേരെ ഞങ്ങളുടെ നാമത്തിൽ അവരുടെ കുടുംബങ്ങളെയും പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. നവംബർ 12 ശനിയാഴ്ച. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111 99 6001. In this world there are winners and losers. ഇന്ന് ലോകത്തിൽ ജയിക്കുന്നവർ, ജയാളികളും പരാജിതരുമുണ്ട്. In any field. ഏത് മേഖലയിൽ നമുക്ക് കാണാം. In sports we can see winners and losers. നമുക്ക് സ്പോർട്സ് നോക്കിയാൽ ജയാളികളെയും പരാജിതരെയും കാണാം. In studies we can see winners and losers. അപ്പോൾ തന്നെ പഠനത്തിൽ നോക്കിയാലും ജയാളികളെയും പരാജിതരെയും കാണാം. Businesses we can see winners and losers. അപ്പോൾ തന്നെ ബിസിനസ് നോക്കിയാലും വിജയികളെയും പരാജിതരെയും കാണാം. In families and marriages we can see winners and losers. കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ വിജയികളായിട്ടുള്ളവരെയും പരാജിതരായിട്ടുള്ളവരെയും കാണാം. As we take us as believers or ministers we can see winners and losers. അപ്പോൾ തന്നെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിലോ അവരുടെ ആ മേഖലകളിൽ വിജയികളെയും പരാജിതരെയും നമുക്ക് കാണാൻ സാധിക്കും. But first of all, let me tell you a good news. The Heavenly Father wants us all to be winners. എന്നാൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. സ്വർഗീയ പിതാവ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കുന്നത് നാം വിജയികളായി തീരണമെന്നാണ്. We are going to read from the New Testament, Hebrews chapter number 12 and verse number 1 to 3. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ്. Verse number 1 says, therefore, since we are surrounded by such a great cloud of witnesses, let's throw off everything that hinders and the sin that so easily entangles, and let's run with perseverance the race
marked out for us. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Now we are going to read verse number 2. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വചനം വായിക്കാൻ പോകുകയാണ്. Fixing our eyes on Jesus, the pioneer and perfecter of faith, for the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. രണ്ടാമത്തെ വചനം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. One more verse, number 3. Consider him who endured such opposition from sinners, so that you will not grow weary and lose heart. മൂന്നാമത്തെ വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. Hallelujah. ഹല്ലേലൂയ. Very, very powerful. വളരെ ശക്തിമത്തായ വചനം. Whenever I read these verses, it's like a huge power engine is connected to my heart. I am really, all my spiritual batteries are charged. എപ്പോഴൊക്കെ ഈ വചനം ഞാൻ വായിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആത്മീക യന്ത്രത്തിന്റെ എൻജിൻ പ്രവർത്തിക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ആത്മീക ബാറ്ററികൾ മുഴുവൻ ചാർജായി തീരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. Some of the things the Holy Spirit made me understand, I'm going to share with you. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ, പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കിച്ച ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. Are you ready for that? നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണോ? If you are ready, you can shout now a Nashik hallelujah. ഈ സമയത്ത് നിങ്ങൾ തയ്യാറാണെങ്കിൽ കൈകൾ ഉയർത്തി ഒരു നാഷിക് ഹല്ലേലൂയ പറയാമോ? Oh, that's very powerful. ഓ, നാഷിക് എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ശക്തിമത്തായി. Number 1, life is a race. ഒന്നാമത്തെ കാര്യം, ജീവിതം അതൊരു ഓട്ടമാണ്. Many competitions and games and races are going on right now in Olympics. ഇന്നിപ്പോൾ ഒളിമ്പിക്സിൽ ഒത്തിരി ഗെയിമുകൾ, കോമ്പറ്റീഷനുകൾ, മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. But this is not that kind of a race. എന്നാൽ ഇത് അത്തരത്തിലുള്ള ഒരു മത്സരമല്ല. The Holy Spirit says, in the kingdom of God in this world, each one of us, we are running a race. പരിശുദ്ധാത്മ പറയുന്നു, ദൈവരാജ്യത്തിനകത്ത് നാം ഓരോരുത്തരും ഓട്ടം ഓടേണ്ടതായിട്ടുണ്ട്. But in this race there are some specialities. എന്നാൽ ഈ ഓട്ട മത്സരത്തിൽ ചില പ്രത്യേകതകളുണ്ട്. In this race, completing is more important than competing. ഈ മത്സരത്തിന്റെ പ്രത്യേകത മത്സരത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ആ മത്സരത്തെ പൂർത്തിയാക്കുക എന്നുള്ളത്. It's not whether you become first or second or third, but it is finishing the race. ഇത് നിങ്ങൾ ഒന്നാമതായോ രണ്ടാമതായോ മൂന്നാമതായോ എന്നതിനല്ല, മറിച്ച് ഓട്ടം പൂർത്തിയാക്കിയോ എന്നതിനാണ് പ്രാധാന്യമുള്ളത്. Because in 2 Timothy, Paul says, I finished my race. കാരണം 2 തിമോത്തിയോസിൽ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. So if you quit in between, that is wrong. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ പിൻവാങ്ങുന്നുവെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. You should have the spirit of finisher. ഓർക്കുക, നമുക്ക് പൂർത്തിയാക്കുന്നവന്റെ ഒരു ആത്മാവ്, മനോഭാവമുള്ളവരായിരിക്കണം. Until and unless you touch the finishing line, you will never become a winner. ഓർക്കുക, നിങ്ങൾ ആ അവസാന പോയിന്റ് ലൈനിൽ തൊടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു വിജയിയായിരിക്കില്ല. Another thing I understood from this text is this. ഈ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം ഇതാണ്, Jesus also ran this race. യേശു കർത്താവും ഇങ്ങനൊരു ഓട്ടം ഓടിയവനാണ്. Did you listen to that? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടുവോ? Not only we are running the race, but Jesus came here to this arena and he also ran the race. നോക്കുക, നാം മാത്രമല്ല ഓട്ടക്കളത്തിൽ ഓടുന്നത്, മറിച്ച് നമുക്ക് മുൻപായി യേശു കർത്താവും ഇതുപോലെ ഓട്ടം ഓടി തികച്ചവനാണെന്ന്. He touched the finishing line. അവൻ അവസാന പോയിന്റ്, ആ ലൈൻ അവൻ തൊട്ടതാണ്. And he was declared the winner. എന്നിട്ട് അവൻ താൻ വിജയി എന്ന് പ്രഖ്യാപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So the Holy Spirit says Jesus also ran the race and he became the winner.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു യേശു കർത്താവും ഇതുപോലെ ഓട്ടം ഓടിയവനായിരുന്നു എന്ന് മാത്രമല്ല അവനൊരു വിജയിയായി തീർന്നു. Now he finished the race. ഇപ്പോൾ അദ്ദേഹം തന്റെ ഓട്ടം പൂർത്തിയാക്കി. He is standing at the finishing line. ഇപ്പോൾ താൻ അവസാന പോയിന്റിൽ താൻ നിൽക്കുകയാണ്. But we are still running the race. എന്നാൽ ഇപ്പോൾ നാം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. Now Jesus turned around. Now he is looking at us, still running the race. ഇപ്പോൾ അവസാന പോയിന്റിൽ നിൽക്കുന്ന യേശു കർത്താവ് തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is wearing the victor's crown. ഇപ്പോൾ അദ്ദേഹം ജയാളിയുടെ കിരീടം ധരിച്ചിരിക്കുന്നു. And what is he doing? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? When we fall down, നാം വീണു പോയാൽ he's not so, I told you, this is not right. ഓ ഞാൻ നിന്നോട് പറഞ്ഞ ഇത് ശരിയാവില്ല എന്ന്. I am the only winner. You cannot make it. ഓ ഞാൻ മാത്രമേ ജയിക്കുള്ളൂ എന്ന് നിനക്കറിയാൻ You're പാടില്ല. all mere humans. I am the son of God. ഓ നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല, കാരണം നീ ചുമ്മാ ഒരു മനുഷ്യന്റെ മകനാണ്, പക്ഷെ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കല്ലേ. That's not Jesus does. അങ്ങനെ ഒരിക്കലും യേശു കർത്താവ് പറയില്ല, ചെയ്യില്ല. I remember in my school days, എന്റെ സ്കൂൾ കാലഘട്ടത്തെ ഞാൻ whenever we ഓർക്കുകയാണ്. had a sports event, ഇപ്പോഴൊക്കെ സ്പോർട്സിന്റെ പരിപാടികൾ നടക്കുമോ some of the children will be running, ചില കുട്ടികളൊക്കെ ഓടുവാൻ തുടങ്ങും, all others will be watching. മറ്റുള്ളവരെല്ലാവരും കാഴ്ചക്കാരായി നിൽക്കും. And when the children are running, ആ കുട്ടികൾ ഓടുവാൻ തുടങ്ങുമ്പോൾ all others will be saying up, 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 clapping their hands. ആ സമയത്ത് മറ്റു കുട്ടികൾ എല്ലാവരും കൂടെ കൈകൾ അടിച്ചുകൊണ്ട് അപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് This is പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. what I imagine in my mind. Jesus at the finishing line, looking at us. Each time when we run, he's saying, up, 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 son, run, run, run. I'm here. എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന ഭാവന ഇതാണ്. ഓരോ പ്രാവശ്യവും ഓരോ കാലെടുത്ത് വെച്ച് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന പോയിന്റിൽ നിൽക്കുന്ന യേശു കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് മകനെ അപ്പ് 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 നന്നായി ഓടുക എന്ന് പറഞ്ഞ് നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When you fall down, നിങ്ങൾ വീണുപോയാൽ Lucifer will laugh. He fell. ഓ എന്നാൽ ലൂസിഫർ ഹ ഹ ഹ ഇവൻ എന്താ വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കും. Your neighbors will clap and laugh. നിങ്ങളുടെ അയൽവക്കക്കാർ കൈയടിച്ച് നിങ്ങളെ കളിയാക്കിയെന്നിരിക്കും. Maybe your mother-in-law also will laugh. ഒരു പക്ഷെ നിങ്ങളുടെ അമ്മായിയമ്മയും No, കൈയടിച്ചിരിക്കും. in Nashik, all the mother-in-laws are very good. Not mother-in-laws, mother in grace. മദർ ഇൻ ലോ നാഷിക്കിലെ എല്ലാ മദർ ഇൻ ലോസും വളരെ നല്ല മദർ ഇൻ ലോ അല്ല മദർ ഇൻ ഗ്രേസ് ആണ്. I'm not talking about such people, but many people try to discourage us. എന്നാൽ ഓർക്കുക, ഒത്തിരി ആളുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം ഓടുമ്പോൾ നമ്മെ നിരാശപ്പെടുത്തുവാൻ വേണ്ടി But not പ്രോത്സാഹിപ്പിക്കാതിരിക്കും. Jesus. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല. Even if you fall down, നിങ്ങൾ വീണുപോയാലും He'll give His hand. അവൻ തന്റെ കൈകൾ നീട്ടി, Son, daughter, don't worry. ഓ മകനെ മകളെ നീ ഭയപ്പെടേണ്ട, I'm there with you. ഞാൻ നിന്റെ കൂടെയുണ്ട്, I will help you to finish the race. നിന്റെ ഓട്ടം പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കും. I will help you to finish the studies. നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. I will help you to go on with the marriage. ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഞാൻ നിന്നെ സഹായിക്കാം. Philippians chapter 1 verse number 6 says, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം our God is not a God of abandoned projects. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികളുടെ ദൈവമല്ല. Hallelujah. ഹല്ലേലൂയ. Whatever He begins in you, He will finish. അവൻ എന്ത് നിന്നിൽ ആരംഭിച്ചിട്ടുണ്ടോ അവൻ അത് അവസാന നാളോളം പൂർത്തിയാക്കും. That's what Paul says. The God who started a good work in you will make it to the finishing point when He comes. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവന്റെ അവസാന നാളോളം അതിനെ തികയ്ക്കണം. How many of you really have a faith to count on Jesus that He will help you to finish what He has started? അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ചത്, ഓടുവാൻ ആരംഭിച്ചിട്ടുള്ള കാര്യം, അതിനെ പൂർത്തിയാക്കുവാൻ യേശു കർത്താവ് അതിനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? If you started a ministry, നിങ്ങളൊരു ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ this Jesus will help you to finish it. അതിനെ പൂർത്തിയാക്കുവാനായി ഈ യേശു കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും. If you started to conduct a prayer group, ഒരു പ്രയർ ഗ്രൂപ്പ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ, Jesus will help you to take it to the finishing line. യേശു കർത്താവ് അതിന്റെ അവസാന പോയിന്റിൽ കൊണ്ട് എത്തിക്കുവാൻ നിങ്ങളെ അതിനുവേണ്ടി If you സഹായിക്കും. started an organization, നിങ്ങളൊരു ഓർഗനൈസേഷൻ, ഒരു സംഘടന തുടങ്ങിയിരിക്കുന്ന because വ്യക്തിയാണോ, Jesus is the captain and pioneer, He will help you out
to take it to completion. യേശു കർത്താവ് നായകനും അത് പൂർത്തി വരുത്തുന്നവനും ആയതുകൊണ്ട് അതിനെ പൂർത്തിയാക്കുവാനായിട്ട് അവൻ നിങ്ങളെ സഹായിക്കും. Somebody say hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഉറക്കെ പറയാമോ? Thank you, Jesus. ഉറക്കെ പറഞ്ഞാൽ നന്ദി യേശുവേ. Now, I gave you some explanation on the text. ഞാൻ ഈ ഭാഗത്ത് നിന്നുള്ള ചില വിശദീകരണങ്ങളാണ് നൽകിയത്. Now we are going to read it again, ഇനി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ വായിക്കാൻ so പോകുന്നു. that you will have a clearer picture. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. Hebrews 12, 1 to 3. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ. Listen to this. Therefore, since we are surrounded by such great cloud of witnesses, this is because in the previous chapter, chapter number 11, the author was bringing the faith heroes to us and explaining how they fought the fight of faith and became winners. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-1 ആകിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഇത് ഇദ്ദേഹം പറയുവാൻ കാരണം ഗ്രന്ഥകർത്താവ് ഇനി തൊട്ടു മുൻപുള്ള അധ്യായം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരായിട്ടുള്ള പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ സമൂഹത്തെ തന്നെ അദ്ദേഹം മുന്നിൽ കൊണ്ടുവന്നു. അവരുടെ കാര്യത്തെ മുൻനിർത്തി ആ പശ്ചാത്തലത്തിലാണ് ഈ വചനം താൻ എഴുതിയിരിക്കുന്നത്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ നവംബർ 9 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. സായ് നന്ദൻ ബാങ്ക്വറ്റ് ഹാൾ, സിഡ്കോ സെന്റർ പോസ്റ്റ് ഓഫീസിന് മുകളിൽ, സെക്ടർ 10, കാന്ത കോളനി, ന്യൂ പൻവേൽ, വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനെ നവംബർ 10 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. ജ്യോതിബ മംഗൾ കാര്യാലയ്, വിജയ് നഗർ, കലൈവാടി, പിംപ്രി, പൂനെ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായി നവംബർ 11 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ് ഓപ്പോസിറ്റ് അമ്പാടി റോഡ്, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ നവംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. സഹോദരിയുടെ പേര് അമൃത. ഈ സഹോദരിക്ക് ഇപ്പോൾ 30 വയസ്സായി. അതിനു മുൻപുള്ള ഒത്തിരി വർഷങ്ങൾ ഇവർ വിവാഹത്തിൻ്റെ പ്രപ്പോസലിൻ്റെ പല കാര്യങ്ങൾ വന്നു, പക്ഷെ അതെല്ലാം മുടങ്ങിപ്പോകുമായിരുന്നു. ഇവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലെ പ്രശ്നങ്ങളും ഉണ്ട്. ഒത്തിരി വിവാഹങ്ങൾ മുടങ്ങിപ്പോയി. എന്ത് ചെയ്ത വിവാഹം നടക്കില്ലായിരുന്നു. ഈ സഹോദരിയുടെ കൂടെയുള്ള കുടുംബക്കാരും എല്ലാവരും ഇവരെ ഒത്തിരി പരിഹസിക്കും. ഇവരെ ഒത്തിരി വിവാഹം നടക്കാത്തത് കൊണ്ടൊക്കെ ഒത്തിരി പരിഹസിക്കുമായിരുന്നു. ഈ സഹോദരി 2015 ജനുവരി മാസം നമ്മുടെ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വന്നിട്ട് ഈ സഹോദരി ഒരു എൻ്റെ പ്രാർത്ഥനാ ഡയറി വാങ്ങി. അതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനാ ഡയറി നോക്കിയാൽ അറിയാം, അതിൽ ഒത്തിരി പ്രാർത്ഥനകൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കുരുകുരാന്നിങ്ങനെ നിറയെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. കർത്താവിന് മാത്രമേ വായിക്കാൻ പറ്റൂ. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ അച്ചടിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു എൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, മൈ പ്രയർ ഡയറി ആ ഒരു ബുക്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ഒരു വ്യക്തിയോടുള്ള ജീവിതത്തിലെ ഏകദേശം 50ഓളം മാതൃകാ പ്രാർത്ഥനകൾ അതിലുണ്ട്. അപ്പോൾ ജനുവരിയിലാണ് ഈ സഹോദരി എൻ്റെ പ്രാർത്ഥന ഡയറി വാങ്ങുന്നത്. ഫെബ്രുവരിയിൽ തനിക്ക് ഈ ഒരു പ്രപ്പോസൽ വന്നു. ഒരു മാസം കൊണ്ട് പ്രപ്പോസൽ വന്നു. മാർച്ച് മാസം അത് ഉറപ്പിച്ചു. മാർച്ച് മാസത്തിൽ ഉറച്ചു. അതായത് ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു വിവാഹത്തിന്, പക്ഷെ മാർച്ച് മാസത്തിൽ അത് ഉറപ്പിച്ചു. ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ പയ്യൻ വന്നിട്ട് ആ പിതാവിനോട് പറഞ്ഞു, എനിക്ക് സ്ത്രീധനമായിട്ട് 1 രൂപ പോലും തരണ്ട. ഇത്രയും നാളെ വിവാഹം മാറിപ്പോയതെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നെങ്കിൽ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചെറുക്കനെ കർത്താവ് തന്നെ. പണക്കുതിയില്ല. അങ്ങനെയുള്ളവരെ കണ്ട സല്യൂട്ട് അടിക്കണമെന്ന് ഞാൻ പറയും. അതിനുശേഷം ഏകദേശം 1 വർഷത്തിന് ശേഷം ഈ 2016 മെയ് മാസം 20-ാം തീയതി തൻ്റെ വിവാഹം നടന്നു. കഴിഞ്ഞ മെയ് 20 വിവാഹം നടന്നു. പക്ഷെ ഇതിനിടയിൽ കടന്ന കുറച്ച് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, ഈ തൻ്റെ ആ ഒരു വിവാഹം കഴിക്കാൻ പോയിരുന്ന അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത്. പലതവണ പല രീതിയിൽ താൻ നോക്കിയിട്ടും തൻ്റെ പ്രൊമോഷനുകളൊന്നും റെഡിയാകുന്നില്ല. ഈ സഹോദരി ചെയ്തത് ആ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ ഇതിൽ പ്രാർത്ഥനാ വിഷയമായി തന്നെ എഴുതി വെച്ചു. ഈ
ഈ സഹോദരി പറയുന്നത് തനിക്ക് ഒരു പ്രാവശ്യമല്ല പ്രൊമോഷൻ കിട്ടിയത്. പ്രാർത്ഥന തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രൊമോഷൻ കിട്ടി. വിവാഹത്തിൻ്റെ തൊട്ട് മുൻപത്തെ മാസം തനിക്ക് മാനേജർ പോസ്റ്റിലേക്ക് സാലറി ഹൈക്കോട് കൂടി അടുത്ത ഒരു കയറ്റവും തനിക്ക് കിട്ടി. അത് മാത്രമല്ല, അതിനു മുൻപെല്ലാം തനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ മാനേജർ ആയതിനു ശേഷം തൻ്റെ നൈറ്റ് ഷിഫ്റ്റ് മാറിപ്പോയി. വെള്ളി ശനി ദിവസങ്ങളിൽ 2 ദിവസം ഒരാഴ്ചയിൽ അവധിയും കിട്ടി. ഇത്രയും വലിയൊരു ഉയർച്ചയാണ്. താൻ അതെല്ലാം പ്രാർത്ഥന വിഷയങ്ങളായിട്ട് എഴുതി വെച്ചിരുന്നു. അതെല്ലാം തൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി നിവർത്തിച്ചു. 2015 ജാനുവരിയിലാണ് ഞാൻ പ്രെയർ ഡയറി മേടിക്കുന്നത്. മേടിച്ച് അന്ന് തൊട്ട് ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിവാഹം നടക്കാനുള്ളത് ഡെയിലി ഞാൻ 2 വട്ടം പ്രാർത്ഥിക്കുമായിരുന്നു. ഫെബ്രുവരിയിൽ അലയൻസ് വന്ന് അതെല്ലാം ഓക്കെ ആയിട്ട് മാർച്ച് 4-ന് ഏട്ടൻ വന്നിട്ട് 2 ആഴ്ചത്തെ ലീവിന് വന്നു. എല്ലാ വീട്ടുകാരുമായിട്ടൊക്കെ ഉറപ്പിച്ചിട്ട് പോയി. ഓണത്തിന് വരും സെപ്റ്റംബറിൽ, അതായത് 2015 സെപ്റ്റംബറിൽ വരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോയാക്ക് ജോലിയിലെ കാര്യം, ഗൾഫിലെ കാര്യമാണല്ലോ, ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ലീവ് കിട്ടാതെ പോയി. അങ്ങനെ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറയുമായിരുന്നു പറ്റിപ്പാട്. ഓ, കാരണം ആലോചിച്ച് നോക്കി, സെപ്റ്റംബറിൽ നടക്കേണ്ടത് വീണ്ടും ഓണത്തിന് നടക്കേണ്ടത് മാറി പോകുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് അത് നടത്തി തരുമെന്ന്. വീട്ടുകാർ വരെ പറയാൻ തുടങ്ങി. പിന്നെ പ്രൊമോഷൻ്റെ കാര്യം, അത് 2 വട്ടം അലയൻസ് ഉറപ്പിച്ചിട്ട് പോയി. ആ മാർച്ച് 26-ന് തിരിച്ചു പോയി 2015. എന്ന് ഒരു മാസത്തിനൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മെയിൻ ബ്രാഞ്ചിലോട്ട് ആയിട്ടുണ്ട്, സാലറി ഹൈക്കോട് കൂടിയാണ്. ആദ്യം ട്രാൻസ്ഫറാണ്, പിന്നെയാണ് പ്രൊമോഷൻ ആയത്. പിന്നെ വരുന്നത് ഈ 2016 മാർച്ചിലായപ്പോഴത്തേനും മാനേജറായിട്ട് കിട്ടി. മാനേജറായിട്ട് കിട്ടിയപ്പോഴാണ് ഫ്രൈഡേ സാറ്റർഡേ ഓഫ് കിട്ടിയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, വൈകുന്നത് നല്ലതിനല്ലേ? കല്യാണം കഴിച്ചപ്പോൾ മാനേജറാണ് കല്യാണം കഴിച്ചു. അന്നായിരുന്നെങ്കിൽ അതില്ല. ഞാനിവിടെ വിളിച്ചു പറയുന്നു, വൈകി വരുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ വീട് വയ്ക്കാനോ, വാഹനം മേടിക്കാനോ, ജോലി കിട്ടാനോ, വിവാഹം നടക്കാനോ എന്തിനെങ്കിലും വൈകുന്നുണ്ടെങ്കിൽ ഓർക്കണം, വലിയൊരു അനുഗ്രഹം എൻ്റെ പുറകെ വരുന്നുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. നവംബർ 12 ശനിയാഴ്ച, രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111996001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അങ്ങ് സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കുടലിനകത്തുള്ള കുരുക്കൾ, എന്തൊക്കെയോ പഴുപ്പുകൾ, പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യമായിട്ട്, ഒരുപക്ഷെ ഗോയിറ്ററാകാം, വേറെ എന്തെങ്കിലും തൈറോയിഡിസം ആകാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഏത് തരത്തിൽപ്പെട്ടതായാലും പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന വെള്ളം ഒലിച്ചിറങ്ങുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം ഉണ്ടാകട്ടെ. മറ്റൊന്ന്, യൂറിൻ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന മസിൽ കോർഡിനേഷൻ കറക്റ്റ് ആവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അസ്ഥികളിലുള്ള രോഗങ്ങൾ, അസ്ഥികൾക്കകത്ത് ബോൺ മാരോ, മജ്ജയിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി
മക്കളെ കൊടുക്കണമേ. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ പല ഡിസ്കുകളിൽ തകരാറുള്ള, കശേരുക്കളിൽ തകരാറുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. രാത്രി ദുസ്വപ്നങ്ങൾ കാണുന്ന പല വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അലർജികൾ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റിൽ മുഴകളുള്ള, ലംബുള്ള ചില വ്യക്തികളെ പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ബ്ലീഡിങ് ഉള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള തകരാറുകൾ പൂർണ്ണമായും മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. രോഗമോ മറ്റെന്തെങ്കിലും ഒരു ആവശ്യമോ പ്രയാസമോ എന്താണെങ്കിലും യേശുവിന് നിങ്ങളെ അനുഗ്രഹിക്കാനും പിടിപ്പിക്കാനും കഴിയും. കർത്താവ് ആ വിടുതലുകൾ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നാളെയും മറ്റന്നാളും നടക്കുന്നതിൽ വരാതിരിക്കരുത് എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ഏറ്റവും അവസാനമായി ന്യൂ റിലീസ്, പുതുതായി പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന ആ പുസ്തകം കോപ്പികൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ കാണാം. ബ്ലെസ്സിങ് ടുഡേയിലൂടെ നാളെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.